ചക്കക്കുരു വെച്ചൊരു അടിപൊളി സ്വീറ്റ് റെസിപ്പി, അതും അടിപൊളി ടേസ്റ്റിലും ഹെൽത്തി ആയിട്ട്. നമ്മൾ ഒരു തവണ ഇതൊന്ന് നമ്മളെ കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും ചോദിക്കും ഒരെണ്ണം കൂടെ തരുമോ എന്ന്. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നമ്മൾ ഡയറ്റ് ചെയ്യുന്നവർക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ചക്കക്കുരുവിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഒരുവിധപ്പെട്ട മലയാളികൾക്ക് എല്ലാം അറിയാവുന്നതാണ്. ഇത്രയും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വേറൊരു ഐറ്റം ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത തവണ ചക്കക്കുരു കിട്ടുമ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, സപ്പോർട്ട് ചെയ്യുക. ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് നമ്മളിതൊന്ന് വറുത്തെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകംഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാകും. ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് വറുത്തെടുക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. കാരണം നമ്മൾ ചക്കക്കുരൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും, അതിനൊരു കരിഞ്ഞ മണം വരികയും ചെയ്യും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് വറുത്ത് മാറ്റിയിട്ട് അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നമ്മളെ കപ്പലണ്ടി നിലക്കടല അതുകൂടെ ഞാൻ ഒന്ന് വറുത്ത് മാറ്റിയിട്ടുണ്ട്. റോസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ വറുക്കേണ്ട ആവശ്യമില്ല, ഞാൻ എന്നാലും ഒന്ന് വറുത്തന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു അരമുറി തേങ്ങ ചിരകിയത് കൂടെ ഒന്ന് വറുത്തെടുക്കുക. ഒരുപാടങ്ങ് മൂപ്പിച്ച് അതിൻ്റെ കളറ് മാറേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. അതിൽ ആ വെള്ളമയമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. കാരണം നമ്മൾ തേങ്ങ ഇങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ദിവസം നമുക്ക് സൂക്ഷിക്കാനാണെങ്കിലും കേടാവാതിരിക്കുകയും ചെയ്യും. പിന്നെ എല്ലാം ഒന്ന് മാറ്റി ഞാൻ വെച്ചിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ ആ പുറത്തെ തൊലി ഒന്ന് മാത്രമാണ് കേട്ടോ ഞാൻ കളയുന്നത്. ആ ബ്രൗൺ ഭാഗം ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ അതുപോലെ തന്നെ എടുക്കുക. നിങ്ങൾക്ക് ആ ബ്രൗൺ ഭാഗം കളയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കളഞ്ഞ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ബ്രൗണോട് കൂടി എടുക്കുമ്പോഴാണ്, ആ ബ്രൗൺ ഭാഗത്തോടു കൂടി എടുക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഞാനെല്ലാം ഈ ഒരു പാത്രത്തിൻ്റെ അളവിനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ ഒരു പാത്രം അത്ര തന്നെ ശർക്കര എടുത്തിട്ടുണ്ട്. തേങ്ങയും കപ്പലണ്ടിയും നമ്മൾ ചക്കക്കുരു എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്നങ്ങ് ചതച്ചെടുക്കുക. ഒരുപാടങ്ങ് ഫൈനായിട്ട് അരിഞ്ഞേണ്ട ആവശ്യം നമുക്കില്ല കേട്ടോ. ഒന്ന് ചെറുതായിട്ട് ഒരു തരിതരിപ്പോട് കൂടി അരിച്ചെടുക്കുമ്പോഴാണ് അതിനൊരു കറക്റ്റ് ടേസ്റ്റ് നമ്മൾക്ക് കിട്ടുക. ഈ ഒരു സ്നാക്സിൽ ആ കപ്പലണ്ടിയും ചക്കക്കുരും ഒക്കെ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതെല്ലാം ഒന്ന് അരച്ചെടുത്ത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്ന് കൈ വെച്ച് നല്ലപോലെ ഒന്ന് ഞവടി മിക്സ് ആക്കി എടുക്കുക. എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ശർക്കര എത്താതെ ഉണ്ടെങ്കിൽ അതെല്ലായിടും ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൈ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ശേഷം ഞാൻ റൗണ്ട് ബോളായിട്ടാണ് കേട്ടോ ഉരുട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ നമ്മൾ ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടി മാറ്റിയിട്ടുണ്ട്. നമ്മളെ ചക്കക്കുരു ലഡു എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം കേട്ടോ. പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഒരു തവണ എങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചക്കക്കുരു കഴിക്കാത്തവർ പോലും ഇത് ആസ്വദിച്ച് കഴിക്കും. ചക്കക്കുരു ആണെന്ന് പറയുക പോലും ഇല്ല, അത്രയ്ക്ക് ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ അടുത്ത തവണ ചക്കക്കുരു കൈ കിട്ടുമ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്ത് നോക്കുക. കുട്ടികൾക്കും അത്ര തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.